ആഴിതന്നാഴത്തിൽ മുങ്ങിയാലും ആ ജലം നിൻ തല കവിയുകില്ല. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വളരെ കൃത്യമായി ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ വരച്ചു കാണിക്കുന്നുണ്ട്. സംഭവം വളരെ രസകരമാണ്. യേശുനാഥൻ മറുകരയിലേക്ക് ശിഷ്യന്മാരെ പോകാൻ പറയുന്നു. അവർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകുന്നു. യേശു പ്രാർത്ഥിക്കാൻ പോയി. അതിനുശേഷം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയാണ്. ഒരു ബോധപൂർവ്വമുള്ളൊരു ആക്റ്റാണത്. വേണമെങ്കിൽ യേശുവിന് അവരുടെ ഒപ്പം വഞ്ചിയിൽ കയറി പോകാമായിരുന്നു, പക്ഷെ പോയില്ല. അവരെ പോകാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയി. പിന്നീടാണ് യേശു അവരുടെ അടുത്തേക്ക് പോകുന്നത്. അത് വഞ്ചിയിലല്ല, വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നാണ്. ഇതൊരു ജീവിതത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതിന് കാരണം വഞ്ചിയിലിരിക്കുന്ന ശിഷ്യന്മാർ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളിങ്ങനെ മറുകരയിലേക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറുകര എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ഈ മരണത്തിനപ്പുറത്തേക്കുള്ളൊരു ജീവിതമാണ്. ഈ അപ്പുറത്തെത്താൻ വേണ്ടി ഈ കടലിലൂടെ, ഈ ജീവിതയാത്രയിലൂടെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നു. നമ്മളൊക്കെ ഒരുമിച്ച് ഒരു വഞ്ചിയിൽ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു. ഇതിനിടയിലാണ് ക്രിസ്തു നടന്നു വരുന്നത് വെള്ളത്തിന് മുകളിൽ കൂടി. അപ്പോൾ ഒരുപാട് കാറ്റും കോളും ഉണ്ടാകുന്നു. നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാതെ ചിലപ്പോൾ പേടിക്കുന്നു. ആ കാറ്റും കോളും ജീവിത അനുഭവങ്ങളാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും നേരിടുന്ന വെല്ലുവിളികളും സങ്കടങ്ങളും കണ്ണുനീരുമൊക്കെയാണ് ഈ കാറ്റും കോളും. ഇങ്ങനെ വഞ്ചിയിൽ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കും. പേടിച്ച് നോക്കുമ്പോൾ കർത്താവ് അവിടെ നടന്നു വരുന്നുണ്ട്. ഇവിടെ പത്രോസിൻ്റെ ഒരു മനോഭാവമാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് പത്രോസിൻ്റെ മനോഭാവമാണ്. ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോൾ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്: കർത്താവെ, അങ്ങേപ്പോലെ നടക്കാൻ എന്നെയും കൂടെ അനുവദിക്കണം. അപ്പോൾ കർത്താവ് പറയും, നീ നടന്നു വാ. പിന്നെ പത്രോസ് കർത്താവിനെ പോലെ നടക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉലയുന്ന സമയത്ത് പിന്നീട് കർത്താവിനെ കണ്ട ശേഷം അവൻ തീരുമാനിക്കുന്നു, എനിക്ക് കർത്താവിനെ പോലെ നടക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വേദനകളും കണ്ണുനീരും ഒക്കെ ഉണ്ടാകുന്നുണ്ടാകും. ഈ സമയത്തൊക്കെ കർത്താവിനെ കാണാനും അത് കർത്താവാണെന്ന് തിരിച്ചറിയാനുമുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. അത് കർത്താവാണ്. ഈ കർത്താവാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതം ആകെ മാറി മറിയും. ഏത് കടലാണോ നമ്മളെ പീഡിപ്പിച്ചത്, ആ കടലിൻ്റെ മുകളിൽ കൂടി നമ്മൾ നടക്കും. അതാണ് ജീവിതത്തിൻ്റെ പാഠം. ഏത് പ്രശ്നങ്ങളാണോ നമ്മളെ തളർത്തിയത്, ആ പ്രശ്നങ്ങളുടെ മുകളിലായിരിക്കും നമ്മൾ. ഏത് വേദനകളാണോ നമ്മളെ ഇല്ലാണ്ടാക്കിയത്, ആ വേദനയുടെ മുകളിലായിരിക്കും നമ്മൾ. അപ്പോൾ കർത്താവിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കർത്താവിനെ കണ്ടവർ അതിന് മുകളിലൂടെ നടന്നു പോയി. പത്രോസ് ദൈവത്തെ പോലെയായി, ക്രിസ്തുവിനെ പോലെയായി. ഇങ്ങനെ ക്രിസ്തുവിനെ പോലെ തുല്യത പാലിച്ച് അവൻ്റെ സേഫ് സോൺ വിട്ട് അവൻ ക്രിസ്തുവിനെ പോലെ വെള്ളത്തിന് മുകളിലെത്തി. പ്രിയമുള്ളവരെ, ഇതാണ് ജീവിത പാഠം. കർത്താവിനെ കണ്ടവരൊക്കെ കർത്താവിനെ പോലെ നടക്കും, കർത്താവിനെ പോലെ പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ അവർ ചെയ്യും. ഇങ്ങനെ കർത്താവിനെ കാണുക എന്നുള്ളതും ആ കർത്താവിനെ കണ്ട ശേഷം കർത്താവിനെ പോലെ എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ പലരും കർത്താവിനെ കണ്ടു. 12 ശിഷ്യന്മാർ അവരെല്ലാവരും കർത്താവിനെ കണ്ടവരാണ്. പക്ഷെ ഒരാൾക്ക് ആഗ്രഹം കർത്താവിനെ പോലെ ആകണം. ഈ ആഗ്രഹത്തിൻ്റെ ബലത്തിൽ അവൻ കർത്താവിനെ പോലെ നടന്നു. പിന്നീട് അല്പം താരുമ്പോൾ കർത്താവിൻ്റെ കൈ പിടിച്ച് ഉയർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിത സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ മനോഹരമായ ഒരു പാഠമാണിത്. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ കർത്താവിനെ കാണണം. അപ്പോൾ ഏത് വേദനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നോ അതിൻ്റെയൊക്കെ അതീതമാവും നമ്മൾ. എന്നിട്ട് ആ കർത്താവിനെ പോലെ നമ്മൾ നടക്കും. കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കും. ഈ ഭൂമിക്ക് ആവശ്യം കർത്താവിൻ്റെ കരവും പിടിച്ച് നടക്കുന്നൊരു ജീവിതമാണ്. നമ്മളൊക്കെ ഒത്തിരി പ്രയാസപ്പെടുമ്പോൾ ഈ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കാൻ നമ്മൾ മറന്നു പോകുന്നു. കർത്താവിനെ കാണാൻ നമ്മൾ മറന്നു പോകുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ സങ്കടത്തിന് കാരണം. എല്ലാ സങ്കടത്തിനും ഉത്തരം കിട്ടാൻ ഒരു വഴി ചെയ്താൽ മതി: ക്രിസ്തുവിനെ കാണുക, അവൻ്റെ കൈയും പിടിച്ച് നടക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാ മകനേ മകളേ, എന്റേതാണ്, എന്റെ മാത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാ
അമൂല്യനുമാ മകനേ മകളേ എന്റേതാണ് എൻ്റെ മാത്രം. ആഴിതന്നാഴത്തിൽ മുങ്ങിയാലും ആ ജലം നിൻ തല കവിയുകില്ല. ആഴിതന്നാഴത്തിൽ മുങ്ങിയാലും ആ ജലം നിൻ തല കവിയുകില്ല. അഗ്നിയിലൂടെ നീ നടന്നാൽ പൊള്ളാതെ നിന്നെ ഞാൻ കാത്തിടുമേ. അഗ്നിയിലൂടെ നീ നടന്നാൽ പൊള്ളാതെ നിന്നെ ഞാൻ കാത്തിടുമേ. പൊള്ളാതെ നിന്നെ ഞാൻ കാത്തിടുമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാ മകനേ മകളേ നീ എന്റേതാണ് എൻ്റെ മാത്രം. ക്ഷുദ്രവിദ്യ നിനക്കേശുകില്ല. മന്ത്രമോ തന്ത്രമോ ഫലിക്കുകില്ല. ക്ഷുദ്രവിദ്യ നിനക്കേശുകില്ല. മന്ത്രമോ തന്ത്രമോ ഫലിക്കുകില്ല. വിഷമുള്ള സർപ്പത്തെ തഴുകിയാലും വിഷമൊട്ടും നിന്നെ തീണ്ടുകില്ല. വിഷമുള്ള സർപ്പത്തെ തഴുകിയാലും വിഷമൊട്ടും നിന്നെ തീണ്ടുകില്ല. വിഷമൊട്ടും നിന്നെ തീണ്ടുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എനിക്കെന്നും ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാ മകനേ മകളേ നീ എന്റേതാണ് എൻ്റെ മാത്രം. ഭയപ്പെടേണ്ട,